ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് പാലപ്പത്തിൻ്റെ കുഞ്ഞു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പരിധി കൂടുതൽ എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാലും അറിഞ്ഞുവിടാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നു. പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് ആട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും സോഡാപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് പാലപ്പം ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വടി കണക്കിരിക്കും, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് ഇളവി വരാൻ പാടാണ്. അങ്ങനെ പല രീതിയിൽ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല മൊരിഞ്ഞ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പം ഞാൻ ഉപ്പും സോഡാപ്പൊടി ഇട്ട് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടിപ്പ് പറഞ്ഞുതരാവേ. സാധാരണ എല്ലാവരും അരിയാട്ടി നേരെ എന്ത് ചെയ്യും, ഒരു പാത്രത്തിലേക്ക് ഇട്ട് വീത്തി വെക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. അരിയാട്ടി ഒരു പാത്രത്തിലോട്ട് വീത്തി വെച്ചതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ, ഒരു സ്പൂൺ എടുത്തിട്ടോ കൈ കൊണ്ടോ നന്നായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ആ മാവ് എന്ത് ചെയ്യണം, നന്നായിട്ട് ഇളക്കണം. ഇളക്കി നന്നായിട്ടത് യോജിക്കണം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടി അതിലോട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ സോഡാപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അടിപൊളി അപ്പം കിട്ടും. ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാവ് കോരി വീത്തി നല്ല സോഫ്റ്റ് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യം വീത്തിയിൽ ഒരു അബദ്ധം പറ്റിയേട്ടോ. മറ്റൊന്നുമല്ല, ചട്ടുക മാറിപ്പോയി. എടുത്ത ചട്ടുക മാറിപ്പോയത് തന്നെ അതിൻ്റെ സൈഡ് ഒത്തിരി ഒന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ബാക്കിയൊക്കെ നമുക്ക് ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, എന്ത് സോഫ്റ്റായിട്ട് മൊരിഞ്ഞ് നല്ല അപ്പം ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ പല സ്ഥലത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുമുണ്ട് കഴിച്ചിട്ടുമുണ്ട്. അപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡാണ്, ഇങ്ങനെ മൊരിയത്തില്ല, ഇല്ല എന്താണ് കട്ടി പിടിച്ചത് കണക്കിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ഈ ടിപ്പ്, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.